നാലാമത്തെ വാക്യത്തിൽ Please read. അപ്പോസ്തലപ്രവൃത്തി 2-ാം വാക്യം. And they were all filled with the Holy Spirit and began to speak with other tongues. Praise And God. the Spirit was giving them utterance. Yeah. So the scripture says when they were all baptized that first time there, it says that when they were all baptized in the Holy Spirit, they began to speak in tongues. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷ സംസാരിച്ചു. Praise the Lord. They began to speak in tongues. അവർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. Yeah, then we see in Acts chapter 10. അപ്പോസ്തലപ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു. Yeah, that's the second reference. രണ്ടാമത്തെ വേദഭാഗം അതാണ്. Acts chapter 10. 10-ാം അധ്യായം 44-45 വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ദൈവത്തെ വർദ്ധിയിരിക്കുന്നത് കേൾക്കിയാൽ പത്രോസിനോടുകൂടെ പരിച്ഛേദനക്കാരായ വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ കാലം ജാതികളുടെ മേലും പകർന്നു കണ്ട വിസ്മയം. Yeah, we see very clearly in this portion that when Peter was yet speaking, the power of the Holy Spirit fell upon the Gentiles and they all began to speak in tongues. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരുന്നതും അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുവാനും തുടങ്ങിയ Second reference. രണ്ടാമത്തെ വേദഭാഗമാണ്. Now let us go to a third reference. മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. We are going by the word of God. വേദപുസ്തകത്തിന്റെ തെളിവോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. Acts chapter 19. 19-ാമത്തെ അധ്യായം. Acts chapter 19. 19-ാമത്തെ അധ്യായം അപ്പോസ്തലപ്രവൃത്തികൾ verses 2 onwards. രണ്ടാം വാക്യം വായിച്ചു. നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനമുദ്ര കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാലെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. So we see here again when the apostle Paul laid hands upon them, they were baptized in the Holy Spirit and they began to speak in tongues and prophesy. ഇവിടെ കാണുന്ന പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. It is not written they began to prophesy and speak in tongues. പ്രവചിക്കുകയും അന്യഭാഷ സംസാരിക്കുകയും ചെയ്തു എന്നല്ല. But it says they began to speak in tongues and prophesy. അന്യഭാഷ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്നാണ്. So these three references make it very clear that every time when they were baptized in the Holy Spirit, they also began to speak in tongues. ഈ മൂന്ന് വാക്യ ശകലങ്ങളുടെയും വെളിച്ചം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലായിടത്തും ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചിരുന്നു എന്നാണ്. Yeah, this is very important for us to know. ഇത് വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ്. Then in two other places, എന്നാൽ മറ്റ് രണ്ട് സ്ഥലങ്ങളിൽ we can presume that they also received the tongues as when they were baptized in the Holy Spirit. ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ അവിടെയും അവർ അന്യഭാഷയിൽ സംസാരിച്ചിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. That is Acts chapter 8 again. 8-ാമത്തെ അധ്യായം അപ്പോസ്തലപ്രവൃത്തി verse 17 and 18. 17-18 വാക്യങ്ങൾ. Then Peter and John placed their hands on them, and they received the Holy Spirit. Simon saw that the Spirit had given to the believers when the apostles placed their hands on them, so he offered money to Peter and John. Yeah. The Bible says when Simon what? So. പൗലോസ് ശിമോൻ കണ്ടപ്പോൾ എന്നാണ് വേദം പറയുന്നത്. Simon കണ്ടാരെ. Simon എന്നാ കണ്ടത്? What did he see? പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുമോ? You cannot see the Holy Spirit. പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റിയില്ല. You can only see a manifestation of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രകടനം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. So Simon saw. ശിമോൻ കണ്ടാരെ. What Simon could have seen? എന്താണ് ശിമോന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്? എന്തായിരിക്കും? It says that in that city there was great joy at the time of Philip. ഫിലിപ്പോസിന്റെ കാലത്ത് ആ പട്ടണം നിറച്ച് എല്ലാവരും സന്തോഷമുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. But it was not that joy that he saw, because if he wanted that joy only, then he would have given money to Philip at that time. സന്തോഷം മാത്രം മതിയായിരുന്നു, സന്തോഷമായിരുന്നു അടയാളമായിട്ട് ശിമോൻ കണ്ടിരുന്നെങ്കിൽ ഫിലിപ്പോസിന്റെ കയ്യിൽ പണം കൊടുത്തിട്ട് അത് വാങ്ങാൻ ശ്രമിക്കുമായിരുന്നു. But we see that Simon saw something so different happening that he wanted to give money and get that gift to him. പത്രോസ് യോഹന്നാൻ വന്നതിന് ശേഷം
എന്തോ ചില വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടു. ആ കാര്യങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പൈസ കൊടുക്കാൻ ശിമോൻ തയ്യാറാകുന്നതാണ് ഇവിടെ പറയുന്നത്. So what Simon could have seen there? എന്തായിരിക്കണം ശിമോന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് It's അവിടെ? very clear. വ്യക്തമാണ്. It must be all these people began to speak in languages they have never learned. Because Simon knew all these people. ശിമോൻ ഈ വ്യക്തികളെല്ലാം അറിയാം. അവരാരും പഠിക്കാത്തതായ ഭാഷകൾ സംസാരിക്കാനായിട്ട് തുടങ്ങി. Then Simon said, അതിനുശേഷം ശിമോൻ when Simon saw this, ശിമോൻ ഇത് കണ്ടാണ്. he said, I will give you, brother, some money. Can you give me this gift? ഞാൻ അല്പം പണം തരാൻ സഹോദരൻ, എനിക്ക് ഈ വരം തരാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. So I'm sure what Simon has seen there is nothing but the manifestation of the Spirit of speaking in tongues. ശിമോൻ മറ്റൊന്നുമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ പ്രകടനമായ അന്യഭാഷ സംസാരിക്കലായിരിക്കണം കണ്ടിട്ടുള്ളത്. Now turn again to the life of Apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തെ നമ്മൾ നോക്കുക. Now I don't want to refer you, but we know Paul says to the Corinthians, I speak in tongues more than you all. പൗലോസ് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും അറിയാം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പറയുക. So when the Apostle Paul was baptized in the Holy Spirit, I'm sure he too must have spoken in tongues. അതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം പൗലോസ് പ്രാപിച്ചപ്പോൾ പൗലോസും അന്യഭാഷയിൽ സംസാരിച്ചിരിക്കണം. So all these 5 witnesses in the Bible makes it very clear to us, crystal clear, that when we are baptized in the Holy Spirit, the Lord would give unto us unknown languages which we have never spoken with our intellect. ഈ 5 വാക്യഭാഗങ്ങൾ വേദഭാഗങ്ങളുടെ തെളിവുകളിലൂടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി സ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. ആത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ നാം എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചിരിക്കണം. Now we need to know that God gives this to us that we may edify ourselves in the Lord. ക്രിസ്തുവിൽ നാം നമ്മെ തന്നെ പണിതുയർത്തുവാൻ വേണ്ടിയാണ് ദൈവം ഇത് നമുക്ക് നൽകുന്നത്. There are 10 reasons why we should speak in tongues in our individual life. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തുകൊണ്ട് അന്യഭാഷ സംസാരിക്കണം എന്നുള്ളതിന് 10 കാരണങ്ങളുണ്ട്. But there is no time to share that tonight. ഇന്ന് രാത്രി അതൊക്കെ സംസാരിക്കാൻ സമയം I കുറവാണ്. wanted to include all that for tonight, but then it will go on to 12 o'clock. അതൊക്കെ ഇന്ന് രാത്രി ചേർത്ത് പറയാനായിട്ടാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയെങ്കിൽ രാത്രി 12 മണി വരെ പോകും. And so we are not going to enter into that tonight. ഇന്ന് രാത്രി ആ ഭാഗത്തേക്കൊന്നും കടന്നു But ഉദ്ദേശിക്കുന്നില്ല. I want to share this with us. ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു And കാര്യമാണ്. we see that when each believer is baptized in the Holy Spirit, the Lord would like to give unto us the gift of speaking in tongues for our devotional life, for our edification, to charge us and give us the power to overcome sin in our lives. നമ്മൾ ആത്മാഭിഷേകം പ്രാപിക്കുന്നതായുള്ള സമയത്ത് ദൈവം നമുക്ക് അന്യഭാഷ തരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ ആത്മീകമായി പണിതുയർത്തുവാൻ, നമുക്കൊന്ന് ചാർജ് ചെയ്യുവാനായിട്ട്, അഥവാ നമുക്ക് പാപത്തിന്റെ മേൽ ജയം കിട്ടുവാൻ തക്കവണ്ണം നമ്മളെ ശക്തീകരിക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. And therefore we need to be hungry before God, and the Lord will fill us with the power of the Holy Spirit. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി നാം വിശപ്പുള്ളവരായിരിക്കണം. ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കേണ്ടതിന്. Now, God willing, we will share with you also tomorrow how we can receive the power of the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകം അല്ലെങ്കിൽ ശക്തി എങ്ങനെ പ്രാപിക്കാം എന്നുള്ളതിനെ കുറിച്ച് നാളെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Because I believe the Lord wants to give us the power of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. Now we see that every place where they were baptized in the Holy Spirit, they also began to speak in tongues and magnify the name of the Lord. എവിടെയൊക്കെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ 1-ാം നൂറ്റാണ്ടിൽ അവിടെ എല്ലാവരും വിശ്വാസികൾ അന്യഭാഷയിൽ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നതാണ് കാണാൻ സാധിക്കും. And God will fill you with the power of His Holy Spirit. ദൈവം തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതുപോലെ നിറയ്ക്കും. And He will give you this new language. ഈ പുതിയ ഭാഷ നമുക്ക് ദൈവം. You want to edify yourself? നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയവൽക്കരണം ഉദ്ദേശിക്കുന്നുണ്ടോ? Yeah, you need the power of the Holy Spirit. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി One ആവശ്യം. important thing for us to notice, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം when you ശ്രദ്ധിക്കുന്നുണ്ട്. ask for the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുമ്പോൾ what you will get? നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? Holy Spirit. പരിശുദ്ധാത്മാവ്. So don't be afraid. അതുകൊണ്ട് ഭയമൊന്നും വേണ്ട. The Bible says വേദപുസ്തകം പറയുന്നത് very clearly, വളരെ വ്യക്തമായിട്ട്, if you ask for the Holy Spirit, how much more the Heavenly Father shall? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലതാനുകളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിന്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് Amen. പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. Yeah, if you ask for the Holy Spirit, what you will receive? അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? പരിശുദ്ധാത്മാവ് മാത്രം. Yeah, if you go and sit in a place where there's a lot of beating of drums and don't ask anything, you will receive something else. But if you ask for the Holy Spirit and seek the Lord, you will receive what? Holy Spirit only. എവിടെയെങ്കിലും
എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കാതിരിക്കുകയാണെങ്കിൽ പലതൊക്കെ ലഭിച്ചെന്ന് വരും. എന്നാൽ നിങ്ങൾ യഥാർത്ഥമായി ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രം നിങ്ങൾ നിറയ്ക്കും. Praise the Lord. Amen. You ask him. നിങ്ങളോട് ചോദിക്കുക, He will give you the power of the Holy Spirit. നിങ്ങൾ അവരോട് ചോദിക്കുന്നെങ്കിൽ അവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി. Some people say, ചില ആൾക്കാർ പറയും, brother, you should be, so holy that you can receive the Holy Spirit. ആൾക്കാർ പറയും പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാൻ തക്കണം നിങ്ങൾ അത് വിശുദ്ധരായി തീർന്നിരിക്കുന്നു. I know one brother who has been going to an assembly for about 20 years. He is still not baptized in the Holy Spirit. The pastor said, you are still not holy. Maybe, yeah. 40 വർഷമായിട്ട് ബന്ധക്കോസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇതുവരെ ആത്മാവിഷയം പ്രാപിച്ചിട്ടില്ല. അദ്ദേഹത്തോട് പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, സഹോദരൻ ഇപ്പോഴും എന്തോ തെറ്റ് കുറവുകളുണ്ട്, അത് നീ ക്രമീകരിക്കണം. ഈ പാവ സഹോദരൻ ക്രമീകരിച്ച് 40 വർഷം കഴിഞ്ഞിരിക്കണം. So we see the thing is that there is no right teaching. ശരിയായ ഒരു പഠനം ഇതിനെ കുറിച്ചില്ല എന്നുള്ളതാണ്. Or they say, brother, come for the tarrying meeting. ചില ആൾക്കാർ പറയും കാത്തിരിപ്പ് യോഗത്തിന്, ശനിയാഴ്ച കാത്തിരിപ്പ് യോഗത്തിന് വരാം. Because Sunday Holy Spirit is not allowed to come. കാരണം ഞായറാഴ്ച പരിശുദ്ധാത്മാവ് വരാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. Saturday വന്ന് സാറ്റർഡേ അങ്ങ് ആ വഴിക്കൊന്ന് പോകോടാ. Come on Saturday for the tarrying meeting. The Holy Spirit go that way. Don't come on Sunday morning. ശനിയാഴ്ച രാത്രി വന്ന് എല്ലാവരെയും സന്ദർശിച്ചിട്ട് പരിശുദ്ധാത്മാവ് അന്ന് രാത്രി തന്നെ മടങ്ങി പോകുന്നത് കൊണ്ട് ശനിയാഴ്ച തന്നെ വന്ന് സ്വീകരിച്ചോണ്ട് ഞായറാഴ്ച കിട്ടി വരിക. When Apostle Paul went to Ephesus, he didn't say how many fasting and tarrying meetings you had. എത്രമാത്രം നിങ്ങൾ ഉപവസിച്ച് കാത്തിരുന്നു എന്നല്ല പൗലോസ് എഫെസോസ് സഭയോട് ചോദിച്ചത്. എന്താ ചോദിച്ചത് അവിടെ? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ്. Praise the Lord. കാത്തിരുന്നത് കിട്ടിയോന്നല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നാണ് ചോദിക്കുന്നത്. Very, very important. അത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു As വിഷയം. far as God is concerned, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം He has already given the Holy Spirit. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. And the only thing the Lord wants to ask you, have you received it? ദൈവം നിങ്ങളോട് ഇപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ സ്വീകരിച്ചോന്ന് As far as മാത്രമേ. God is concerned, He is already given it. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം It's നൽകിയിരിക്കുകയാണ്. for you to keep receiving it in your life. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഉത്തരവാദിത്തമാണ് അത് സ്വീകരിക്കുക So എന്നുള്ളത്. when can you receive it? എപ്പോ നിങ്ങൾക്ക് സ്വീകരിക്കാം? Next tarrying meeting. No. അടുത്ത കാത്തിരിപ്പ് യോഗത്തിലാണോ? ഇന്ന് രാത്രി If you are open, നിങ്ങൾ തുറന്ന ഹൃദയമുള്ളവരാണെങ്കിൽ, if you are not in a hurry, നിങ്ങൾക്ക് ധൃതിയില്ലായെങ്കിൽ, don't look at your watch. നിങ്ങൾ മാറ്റി നോക്കുന്നില്ല എങ്കിൽ, Yeah, then you can be available to the Holy Spirit. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രി പ്രാപിക്കാൻ The Holy Spirit of God will come upon His people. പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിന് മേൽ വരും. And don't have some funny ideas in your mind. ഈ ചില തമാശ ഉള്ള ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസ് I've seen some people when they are, they shake all the whole body and say that is the Holy Spirit. ചില ആൾക്കാരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇരിക്കുന്നിടത്ത് ഒരു മൂലയോട്ട് നിങ്ങൾ പോകണം, അല്ലെങ്കിൽ പലവിധമായ ബാഹ്യ പ്രകടനങ്ങൾ ഉണ്ടെങ്കിലേ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രാപിച്ചു എന്ന് You പറയാൻ never see those things in the New Testament. അങ്ങനെ തെളിവ് വേദം പറയുന്നത്. One brother told me, ഒരു സഹോദരൻ പറഞ്ഞു, brother, when I was baptized in the Holy Spirit, my charpai broke down. ഞാൻ ആത്മാവിഷയം പ്രാപിച്ചപ്പോ സഹോദരൻ എന്റെ കട്ടിൽ ഒടിഞ്ഞു പോയത്. Now, if I look for that, I don't want to receive the Holy Spirit like that. ഞാൻ ആത്മാവിഷയം പ്രാപിക്കുന്ന സമയത്ത് എന്റെ കട്ടിൽ ഒടിയണമെന്ന് വിചാരിച്ചാൽ അടുത്ത കാലത്തേക്ക് പ്രാപിക്കാൻ പറ്റില്ല. Now we need to know all these funny human ideas, throw them in the garbage bin. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ തമാശ നിറഞ്ഞതായിട്ടുള്ള വേദപുസ്തക വിപരീതമായ സകല ചിന്താഗതികളും വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് എറിയണം. Now we need to know, sometimes when you receive the power of the Holy Spirit, the baptism of the Holy Spirit, you may shout loudly, it's all right. ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ അഭിഷേകം നിങ്ങൾ പ്രാപിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അല്പനേരം ഷൗട്ട് ചെയ്ത് നിൽക്കാം, ശബ്ദം ഉണ്ടാക്കി തന്നേക്കാം. Especially when the first time you are touched by the Holy Spirit. പ്രത്യേകിച്ച് ആദ്യമായിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആ തൊടൽ അനുഭവിക്കുമ്പോൾ You may shout, you may cry. ഒരുപക്ഷെ നിങ്ങൾ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി പക്ഷെ കരഞ്ഞു എന്ന് പറഞ്ഞു. ഉച്ചത്തിൽ കരയുന്നത് ആത്മാവല്ല, അതാ സൂക്ഷിക്കേണ്ടത്. മനസ്സിലായോ? നമ്മുടെ ആത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വ്യക്തി കരഞ്ഞെന്ന് വന്നേക്കാം, പക്ഷെ കരത്തിലെല്ലാം ആത്മാഭിഷേകം ആവുകയുമില്ല. That is where you have to be careful. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. One preacher was preaching, one pastor was preaching in a meeting. ഒരു പാസ്റ്റർ ഒരു യോഗത്തിൽ പ്രസംഗിയായിരുന്നു. See, I was fasting for many days for the baptism of the Holy Spirit. ഞാൻ ആത്മാഭിഷേകത്തിന് വേണ്ടി അനേക നാളുകൾ പ്രാർത്ഥിക്കുകയുണ്ടായി. I was not getting it. എനിക്കത് കിട്ടിയിരുന്നില്ല. പാസ്റ്റർ പറയുകയാണ്. But finally, അവസാനമായിട്ട് one day, ഒരു ദിവസം the Holy Spirit revealed to me that I need to remove my collar. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു,
ഈ കോളർ ഷർട്ടിന്റെ കോളർ അങ്ങ് മാറ്റണമെന്ന് ദൈവത്തിന് ആത്മാവ് പറഞ്ഞതാണ്. Put on a jibba. അവസാനം ജുബ്ബ ഇടണമെന്ന് ദൈവം പറഞ്ഞത്. And when he did that, അത് ഇട്ടപ്പോഴാണ് the Holy Spirit came upon him. അപ്പോഴാണ് ആത്മാഭിഷേകം ലഭിച്ചതെന്ന്. Now, be careful with such teachings. അങ്ങനെയുള്ള പഠനങ്ങളെ There are സൂക്ഷിക്കണം. many such preachers and teachers today. ഇന്ന് അങ്ങനെയുള്ള പ്രാസംഗികരും പഠിപ്പിച്ച് ഉപദേശകന്മാരും വളരെ അധികമായിട്ടുണ്ട്. Yeah, we need to know that we got to go by the scriptural pattern in God's word. ദൈവവചനത്തിലുള്ള വേദപുസ്തക വ്യവസ്ഥയിലൂടെ മാത്രമേ നമ്മൾ പോകാവൂ. Yeah, and if you desire for it, the Lord will grant you and God will fill you with that. നാം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകി നിങ്ങളെ അതിനെ നിറയ്ക്കും. So one thing we have to do is, ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് we need to come to Him by faith. അവന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ That is the first criteria. അതാണ് ഒന്നാമത്തെ. Come to Him by faith. അവന്റെ അടുക്കിലേക്ക് വരുമ്പോൾ വിശ്വാസത്തോട് രണ്ടാമത്, if you know any known sin in your life, confess it and forsake it and receive God's cleansing in your life. അറിയാവുന്ന അല്ലെങ്കിൽ മനസ്സില് അറിയപ്പെടുന്ന ഒരു പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ദൈവസ്ഥയിൽ ലേച്ചു പറഞ്ഞ് ഉപേക്ഷിക്കുക. ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിക്കുവാനായിട്ടുള്ള Now then you become a qualified individual for the baptism of the Holy Spirit. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാ നിറവിന് വേണ്ടി നിങ്ങൾ യോഗ്യതയുള്ളവരായിരിക്കും. Then what we have to do? പിന്നെ The third step, മൂന്നാമത്തെ പടി, you need to ask the Lord. കർത്താവോട് ചോദിക്കണം. How much more the Father shall give you what? Holy Spirit. Yeah. അത്രമാത്രം പരിശുദ്ധാത്മാവ് സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരുമെന്നാണ്. So when you ask Him, നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ what you have to do? നിങ്ങൾ എന്താ ചെയ്യുന്നത്? Believe that you receive it. Yeah. നിങ്ങൾ അത് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. Yeah, when you ask it, you believe that you receive it from Him. നിങ്ങളെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് വിശ്വസിക്കാണ്. That is the most important. അതാ ഏറ്റവും പ്രധാനമുള്ള വിഷയം. So then what you will do? പിന്നെന്താ ചെയ്യാൻ പോകുന്നത്? You have to give thanks to God. ദൈവത്തിന് അത് നന്ദി പറയണം. Do not have unbelief in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും അവിശ്വാസം ഉണ്ടാവരുത്. but begin to give thanks to the Lord. ദൈവത്തിന് അത് നന്ദി പറയുക അതിനു വേണ്ടി. Do you know that when you go to the Lord and confess your sins, you believe that He has forgiven you? നിങ്ങൾ ദൈവത്തെ അടുക്കലേക്ക് കടന്നു ചെന്ന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കാറില്ലേ? Yeah, similarly, when you come to the Lord and ask Him, believe that He has given you. അതുപോലെ തന്നെ ദൈവത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു നിങ്ങൾ വിശ്വസിക്കുക. Then what we have to do? അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? When you have received something from the Lord, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ you have to give thanks to the Lord. നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയണം. Oh, we need to really begin to praise and bless the Lord. നാം ഹൃദയംഗമായിട്ട് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ടതായിരുന്നു. And as we begin to bless the Lord and praise the Lord, നാം സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ you know what He will do? അവൻ ചെയ്തറിയാമോ? He will give you a new language to praise and bless Him. Amen? അവനെ സ്തുതിക്കുവാനായി ആരാധിക്കുവാനായിട്ട് പുതിയൊരു ഭാഷ അവന് തരും. He will give you a new language in your tongue. നിങ്ങളുടെ നാവിന്മേൽ അവന് പുതിയ ഭാഷ തരും. Expect it from the Lord. ദൈവത്തിൽ അത് I പ്രതീക്ഷിക്കുക. just want to show you one beautiful scripture. Acts chapter 2, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് verse 4. 4-ാമത്തെ വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയത് പോലെ അന്യഭാഷ സംസാരിച്ചു തുടങ്ങി. അവർ സംസാരിച്ചു. When the Holy Spirit comes upon us, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ who will begin to speak? ആരാ സംസാരിക്കാൻ തുടങ്ങുന്നത്? We begin to speak നാമാ സംസാരിക്കാൻ as തുടങ്ങുന്നത്. the Spirit gives us expressions. പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നത് പോലെ പരിശുദ്ധാത്മാവ്. So don't wait for the Holy Spirit to speak. You will never speak in tongues. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ വേണ്ടി നോക്കിയിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കത്തില്ല. But you have to speak as the Spirit gives utterances or expressions to you. പരിശുദ്ധാത്മാവ് നൽകുന്നത് പോലെ നിങ്ങളാണ് അനിവാര്യം സംസാരിക്കുന്നത്. Is that clear to you? ഇത് രാത്രി I വെച്ചാണ് have seen many people. ഞാൻ അനേക ആൾക്കാരെ കണ്ടിട്ടുണ്ട്. They said, brother, I am praying for the baptism of the Holy Spirit. സഹോദരൻ ഞാൻ ആത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Then what happens is, എന്താ സംഭവിക്കുന്നത് വെച്ചാൽ they want the Holy Spirit to speak in tongues. അവര് പരിശുദ്ധാത്മാവ് അന്യഭാഷയിൽ സംസാരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അല്ല അന്യഭാഷ സംസാരിക്കുന്നത്. ആരാ സംസാരിക്കുന്നത്? നമ്മളാ സംസാരിക്കുന്നത്. ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആത്മാവ് നമുക്ക് ഉച്ചാരണം നൽകുന്നത് പോലെ. So, if I will keep on giving thanks to God only in Malayalam, how will the Spirit express? ഞാൻ എപ്പോഴും ഇങ്ങനെ മലയാളത്തിൽ മാത്രം സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് തരുന്ന ഭാഷകൾ എങ്ങനെ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും? That means
There is a time I need to cease or I need to stop speaking in my own natural language and be sensitive to the Holy Spirit. Yeah. അതിന്റെ അർത്ഥം Thank you, Lord. Father, do not mess up our lives. अपने जीवन को बिगाड़ ना दे. Continue to remain yielded as a softened clay upon the potter's wheel. निरंतर रूप से कुम्हार के चाक के ऊपर नरम मिट्टी की तरह